മിസ്റ്റിക് ത്രിനേത്രാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ടെനി. ഇൻഡൈജഷൻ അല്ലെങ്കിൽ ഡിസ്പെപ്സിയ ദഹനക്കേടിനെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിക്കാതിരിക്കുക, അതാണ് ഇൻഡൈജഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇൻഡൈജഷൻ ഉണ്ടാകുന്നത്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതിന് പറ്റുന്ന ഹോം റെമഡീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇൻഡൈജഷൻ വരാനുള്ള കാരണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈല്, ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറയുമ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരുപാട് എരിവും ഒരുപാട് മസാലകളൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ ഡെയിലി കഴിക്കുക, ജങ്ക് ഫുഡ് ഒരുപാട് കഴിക്കുക, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കുടിക്കുന്നത്, പിന്നെ ആഹാരം കറക്റ്റ് സമയത്ത് കഴിക്കാതിരിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാതിരിക്കുന്നതും, പിന്നെ നമ്മൾ കഴിച്ച ഉടനെ തന്നെ ഉറങ്ങുന്നത്, പിന്നെ കഴിച്ച ഉടനെ തന്നെ വെള്ളം കുടിക്കുന്നത്, ചവച്ചരച്ച് കറക്റ്റായിട്ട് കഴിക്കാതിരിക്കുന്നത്, കാരണം നമ്മൾ സിഗരറ്റ് സ്മോക്കിംഗ്, ആൽക്കഹോള്, പിന്നെ നമ്മളുടെ ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എൻസൈംസിൻ്റെ ഉൽപ്പാദനമില്ലായ്മ അല്ലെങ്കിൽ അതിൻ്റെ ഇംബാലൻസ്, അതൊക്കെ ഒരു കാരണമാണ്. പിന്നെ ചില മെഡിസിൻസിൻ്റെ സൈഡ് എഫക്റ്റ് മൂലം ഇൻഡൈജഷൻ ഉണ്ടാവാറുണ്ട്. പിന്നെ ചില രോഗങ്ങളുടെ ഇത് കാരണം ഉണ്ടാവാറുണ്ട്. അതായത് ഡയബറ്റീസ്, തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങൾക്കും ഇൻഡൈജഷൻ കണ്ടുവരാറുണ്ട്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞാൽ വയറുവേദന, വയറ് വീർത്തിരിക്കുന്ന പോലത്തെ ഫീൽ ഉണ്ടാകുക, ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകുക, പിന്നെ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കഴിച്ചാൽ തന്നെയും വയറ് ഭയങ്കരമായിട്ട് ഫുള്ളായ പോലുള്ള ഫീല്, വിശപ്പില്ലായ്മ, ഛർദിൽ, നെഞ്ചെരിച്ചിൽ, ഇതൊക്കെ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങളാണ്. അടുത്തതായിട്ട് നമ്മൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെമഡീസാണ് പറയുന്നത്. അതിന് മുൻപ് തന്നെ നമ്മൾ ഈ ഹോം റെമഡീസ് ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെ പോയാലും 3-4 ദിവസത്തിനകം നമ്മുടെ ഇൻഡൈജഷൻ്റെ ലക്ഷണങ്ങളൊക്കെ മാറേണ്ടതാണ്. എന്നിട്ടും മാറുന്നില്ല എങ്കിൽ, ഒരാഴ്ച കൊണ്ടും മാറുന്നില്ല എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വൈദ്യസഹായം തേടേണ്ടതാണ്. ആയുർവേദത്തിൽ ഇതിന് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പം എന്തൊക്കെയാണ് ഹോം റെമഡീസ്? ആദ്യം തന്നെ ഇഞ്ചിയാണ് പറയുന്നത്. ഇഞ്ചി നീര് നമുക്ക് കുടിക്കാവുന്നതാണ്. ഇഞ്ചി നീര് തേനിൽ ചാലിച്ച് കഴിക്കാം, അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഇഞ്ചി നീരും അതിന് സമമായിട്ട് നാരങ്ങ നീരും എടുത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഇഞ്ചി നീര് 1/2 ഗ്ലാസ് വെള്ളത്തിനകത്ത് കലക്കി കുടിക്കാവുന്നതാണ്. അടുത്തതായിട്ട് അയമോദകമാണ്. അയമോദകം ഇട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് കുടിക്കാം. മല്ലി ഇട്ട് തിളപ്പിച്ച വെള്ളം, ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ച വെള്ളവും കുടിക്കാവുന്നതാണ്. അടുത്തതായിട്ട് പുതിനയില നമുക്ക് 1-2 ഇല ചവച്ചരച്ച് കഴിക്കാം, അല്ലെങ്കിൽ പുതിനയില ഇട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കാം, അല്ലെങ്കിൽ മോരിൽ പുതിനയില ഇട്ട് കഴിക്കാം. മോര് അല്ലാതെ തന്നെ കുടിക്കുന്നതും നല്ലതാണ്. അടുത്തതായിട്ട് കായം. 1 ഗ്ലാസ് വെള്ളത്തിൽ 1 നുള്ള് കായം ഇട്ട് തിളപ്പിച്ച് അത് 1/2 ഗ്ലാസ്സായിട്ട് വറ്റിച്ച് അത് നമുക്ക് കുടിക്കാവുന്നതാണ്. പക്ഷേ കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, മിക്കവർക്കും അത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കതിനകത്ത് തേനോ അല്ലെങ്കിൽ ശർക്കര, പഞ്ചസാരയോ ആഡ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. തൈര് നല്ലതാണ്. പിന്നെ ഒരു ശീലമാക്കേണ്ടതാണ്, നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ഹെവി ഫുഡ് അല്ലെങ്കിൽ നോൺ വെജ് ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ 2-3 പെരിഞ്ജീരകം ചവച്ചരച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഡൈജഷൻ്റെ പ്രശ്നമുള്ളപ്പോൾ നമുക്ക് നെല്ലിക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ത്രിഫല ചൂർണം 1 ഗ്ലാസ് വെള്ളത്തിൽ 1/4 ടീസ്പൂൺ ത്രിഫല ചൂർണം തിളപ്പിച്ച് 1/4 ഗ്ലാസ്സായിട്ട് വറ്റിച്ച് അത് നമുക്ക് അരിച്ചെടുത്ത് കഴിക്കാവുന്നതാണ്. ശ്രദ്ധിക്കണം, ആയുർവേദത്തിൽ നമ്മൾ വിരേചനമായിട്ട് ഉപയോഗിക്കുന്ന, അതായത് ലാക്സേറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു ദ്രവ്യമാണ് ത്രിഫല എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഡോസിൽ മാക്സിമം 1/2 ടീസ്പൂൺ വരെ ആവാം, അതിൽ കൂടാതെ ഇതിനകത്ത് നിൽക്കുന്ന ഒരു ക്വാണ്ടിറ്റിയിലെടുത്ത് കഴിച്ചാൽ ഇൻഡൈജഷൻ വളരെ നല്ലതാണ്. ത്രിഫല ചൂർണം 1/2 ടീസ്പൂൺ നാരങ്ങ നീരും 1/2 ടീസ്പൂൺ തേനും ചേർത്ത് കഴിക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഹോം റെമഡീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻഡൈജഷൻ എപ്പോഴും നമ്മൾ വരാതെ നോക്കണം. നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക, ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കുക, ഓയിലി ഫുഡ് ഒഴിവാക്കുക, കഴിച്ച ഉടനെ തന്നെ കിടക്കാതെയോ അല്ലെങ്കിൽ ഉറങ്ങാതിരിക്കാനോ ശ്രദ്ധിക്കുക, കഴിച്ച ഉടനെ തന്നെ വെള്ളം കുടിക്കാതിരിക്കുക, കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഇടുക. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുക. താങ്ക് യു സോ മച്ച്.